ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. ഒരു തവ ഫ്രൈ ആണിത്. കുറച്ച് മസാലയോടൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 വറ്റൽ മുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, 10 ചെറിയുള്ളി എല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. 1/2 കിലോ തൂക്കമുള്ളൊരു ആവോലി മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ആവോലി തന്നെ വേണമെന്നില്ല, ഏത് മീനിലും നമുക്കിത് ചെയ്യാൻ പറ്റും. കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, 2 ടേബിൾ സ്പൂൺ പുളിവെള്ളവും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. മീനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ മസാലയിൽ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ മാറ്റി വെക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും മൂക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കുറവുള്ളതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മത്തി, അയില, നത്തോലി അങ്ങനത്തെ എല്ലാ മീനിലും ഈ ഒരു മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് മീൻ ഒരുമിച്ചിട്ടുകൊണ്ട് കുറച്ച് മറിച്ചിടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പം 2 സൈഡും മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മീൻ മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് മൂത്ത് ഇങ്ങനെ കളർ മാറേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. നമ്മൾ പായസത്തിനൊക്കെ ചേർക്കുന്നത് പോലെ അത്ര മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തേങ്ങാക്കൊത്തും ഈ മസാലയെല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാല നന്നായിട്ടൊന്ന് മൂക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മൂത്ത മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം.
ഈ ഒരു മസാല നന്നായിട്ട് മൂത്ത് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മുഴുവനും നിരത്തി വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് കുറച്ച് മസാല മേലെയും കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നതാണ്. നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ലൊരു മണമുണ്ട്. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ തേങ്ങയും മീനും മസാലയും എല്ലാം കൂടി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആവോലി മീൻ വേണമെന്നില്ല, ഏത് മീനിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പത്തിരി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.